വിജിലൻ്റ് ആവേണ്ടത് ഭക്തരാണ്. ഭക്തർ കുറച്ചുകൂടെ വിജിലൻ്റ് ആവുക. ശബരിമലയിൽ സ്വർണ്ണ കോടാലി കൊണ്ട് കാണിക്ക വഞ്ചിയിൽ ഇടുന്ന സമയത്ത് ഈ സ്വർണ്ണ കോടാലി അവിടെ ഇടാൻ യോഗ്യമാണോ എന്ന് നമ്മൾ ഒരു വട്ടം ആലോചിച്ചാൽ മതി. പലപ്പോഴും ഇവിടെ വരുന്ന നോമിനേഷൻസ് എന്താണ്? രാഷ്ട്രീയ നോമിനേഷനാണ്. ഈ പാർട്ടിക്ക് കിട്ടിയില്ല, ആ പാർട്ടിക്ക് കിട്ടില്ല, ഈ പാർട്ടിക്ക് ഇത്തവണ 2 വർഷം തരാം, പിന്നെ മറ്റേ പാർട്ടിക്ക് 3. ഇങ്ങനെയല്ല ക്ഷേത്രം ഭരിക്കേണ്ടത്. ഹൈന്ദവത്തിൽ 6,72,863 മന്ത്രമുണ്ട്. ഇതിന് 5 മന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും പലപ്പോഴും വരാറില്ല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ചവിട്ടി പോയി. ഇത് ചൂഷണം ചെയ്യുന്ന ഒരു പുരോഹിത വർഗം ഒരുപാട് കാലത്തിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചൂഷകരെ, ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ അഴിമതി വീരന്മാരായിട്ട് മാറുന്ന ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. ഇലക്ഷനും ജാതിയും മതവും ഒക്കെ പറഞ്ഞവർ വന്നോട്ടെ, രാഷ്ട്രീയം പറഞ്ഞ് വന്നോട്ടെ, പണം കൊടുത്ത് വന്നോട്ടെ, പക്ഷേ ഈ പുരോഹിതരായിട്ട് വരുന്നവരും ഭാരവാഹികളായിട്ട് വരുന്നവരും തീർച്ചയായിട്ടും ടെമ്പിൾ സയൻസ് പഠിച്ചിരിക്കണം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മലയാളികൾക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ആരാധനാലയം. ജാതി മത വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുപോലെ ഉറ്റുനോക്കുന്ന സ്ഥലം. അവിടവുമായി ബന്ധപ്പെട്ടാണിപ്പോൾ ഏറെ നാളായി വിവാദം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്നത്. ഒന്നിന് പിറകെ ഒന്നായി അത് ഓരോന്ന് പുറത്തു വന്നുകൊണ്ടും ഇരിക്കുന്നു. തട്ടിപ്പിൻ്റെ കഥകൾ, കൊള്ളയുടെ കഥകൾ ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ വിശ്വാസത്തെ വളരെ മുറിവേൽപ്പിച്ചൊരു സംഭവമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൻ്റെ സ്പിരിച്വൽ വശങ്ങൾ, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ടോക്കിംഗ് പോയിൻ്റ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് ഗ്രന്ഥകാരനും ഗവേഷകനും സ്പിരിച്വൽ എന്ന വിഷയത്തിൽ ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുമുള്ള ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ, അതിൻ്റെ വിവാദങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റൊരു തലമുണ്ട്. എന്താണ് ശബരിമല എന്നുള്ളത് നോക്കുമ്പോൾ മലയാളി നമ്മൾ ഒരു ആശ്വാസത്തിനായി ഓടിപ്പോകുന്നൊരു സ്ഥലം അല്ലേ? വ്രതശുദ്ധിയോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി വലിയൊരു യാത്ര ചെയ്താണ് ദർശനം നടത്തുന്നത്. അത് നമ്മുടെ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിന് തന്നെ വലിയൊരു മുറിവാണ് ഈ വിവാദങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് സ്പിരിച്വൽ തലത്തിൽ? അടിസ്ഥാനപരമായിട്ട് ഇതിനൊരു വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അങ്ങ് ഇപ്പോൾ അന്വേഷിച്ചിരിക്കുന്നത്. ഈ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സർജറി നടക്കുന്നു, ഒരു ഓപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങയാണ് പേഷ്യൻ്റായിട്ട് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങയുടെ ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നു. അങ്ങയുടെ ബ്രദർ എന്ന നിലയിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് എമിനൻ്റ് പേഴ്സണാലിറ്റീസ് ആണല്ലോ ഉള്ളത്. ഡോക്ടേഴ്സ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യൻസ്, വിദഗ്ധന്മാരുണ്ട്, നഴ്സുമാരുണ്ട്. അതിലുപരിയായിട്ടുള്ള വൈദഗ്ധ്യം തികഞ്ഞവരെല്ലാം തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുണ്ട്. അതിനുശേഷമാണ് ഈ ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രാധാന്യത്തോടുകൂടി ഇത്രയും എഫിഷ്യൻ്റായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സർജറി സമ്പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ രോഗാതുരമായ ഭാഗം നമുക്ക് മുറിച്ചു മാറ്റി രോഗമില്ലാത്ത അരോഗമായിട്ടുള്ള ഭാഗത്തെ നിലനിർത്തി ഒരു സ്വഭാവത്തിലേക്ക് പോകാൻ കഴിയുന്നത്. അതുപോലെ ഈ സ്പിരിച്വാലിറ്റിയെ പലപ്പോഴും നമ്മുടെ ആളുകൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഈ ഷോകളിലൊക്കെ പറയുന്ന കോമഡി ഉണ്ടല്ലോ, ഈ കോമഡി പോലെയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഏറ്റവും 2 ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അങ്ങായാലും ഞാനായാലും നമ്മളോടൊപ്പം ഉള്ളവരായിരുന്നാലും ശരി തന്നെ 3 വിഭാഗം ആളുകളാണ് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഭക്തരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. രണ്ടാമത്തെന്ന് പറയുന്ന ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്, ഭാരവാഹികളാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്ന പുരോഹിതന്മാരാണ്. അതിൽ തന്ത്രിയും ശാന്തിമാരും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, അങ്ങും നമ്മുടെ പ്രേക്ഷകർ എന്നോട് വിയോജിക്കേണ്ട, വിദ്വേഷിക്കുകയും വേണ്ട, പലപ്പോഴും കണ്ടുവരുന്നത് ഈ 3 വിഭാഗവും ബോധമില്ലാതെയാണ് ഈ വിഗ്രഹം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് കടന്നെത്തുന്നത്. വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ, വിശേഷ സ്വഭാവത്തിലുള്ളതാണ് വിഗ്രഹം. ഒരു കല്ലല്ല അത്. നേരത്തെ അതൊരു കല്ലായിരുന്നു, കൃഷ്ണശിലയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ സ്ത്രീശിലയും നപുംസകശിലയും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് കൃഷ്ണശിലയെ നമ്മൾ പിന്നീട് ശില്പമായി മാറ്റുന്നത്. ശില്പം കഴിഞ്ഞതിന് ശേഷം അതിൽ സ്വാഭാവികമായിട്ട് എനർജി മെസ്സേജ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഒരു പേനയ്ക്ക് വിവിധ ഭാഗങ്ങളുണ്ടല്ലോ, ആ പേനയെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഇങ്ക് കൊണ്ട് ഒഴിക്കുന്ന സമയത്ത്, മഷി ഒഴിക്കുന്ന സമയത്ത് അതെന്തായിത്തീരുന്നു?
ഒരു എഴുതാൻ പറ്റുന്ന പേനയായി തീരുന്നത്. അങ്ങനെ ഈ വിഗ്രഹമായി തീരുന്നതോടുകൂടി ഈ 3 വിഭാഗം ആളുകളും അനുഷ്ഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ സിസ്റ്റം ഒരു ചെറിയ നെല്ലിട വ്യത്യാസം, തലമുടി നാരിൻ്റെ വ്യത്യാസം പോലും വരുത്താതെ ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം പുരോഹിതന്മാർ. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. രണ്ടാമത്തത് ഈ സിസ്റ്റം നിലനിർത്താനായിട്ടുള്ള സറൗണ്ടിങ് ഒരുക്കേണ്ടവരായിരിക്കണം ഭാരവാഹികൾ. അത് പലപ്പോഴും നമ്മൾ രാഷ്ട്രീയ ബോധത്തിലോ ജാതി ബോധത്തിലോ അല്ലെങ്കിൽ ഇനി മതബോധത്തിൽ വേണ്ടപ്പെട്ട ബന്ധുത്വത്തിലൊക്കെയാണ് കടന്നു വരുന്നത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഈശ്വരൻ എന്താണെന്ന ബോധമില്ലാതെ കടന്നു വരുന്നവരാണ് ഭക്തരെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ബോധങ്ങളെയും കുറച്ചുകൂടെ ഇതിനകത്ത് രാഷ്ട്രീയവും ഇതിനകത്തുള്ള പൊളിറ്റിക്സൊക്കെ മാറ്റി വയ്ക്കുക. ഈ 3 ബോധവും ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സംസ്കൃതി നമുക്ക് നേരത്തെ നിലനിന്നിരുന്നു. നമ്മളിപ്പോൾ ഈ രാജാവിൻ്റെ തലമൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടന്നിരുന്നല്ലോ. രാജാവ് മണ്ടനായിരുന്നു, പൊട്ടനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതത്തിൽ ഈ പ്രചരണം അതല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വന്നതെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു സംഭവമായി മാറി. ഇവിടുത്തെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങൊരു മീഡിയ മാൻ എന്ന നിലയിൽ അങ്ങനെ എന്നേക്കാൾ കൂടുതൽ അറിയാം. ഈ പലപ്പോഴും ഇവിടെ വരുന്ന നോമിനേഷൻസ് എന്താണ്? രാഷ്ട്രീയ നോമിനേഷനാണ്. ഈ പാർട്ടിക്ക് കിട്ടിയില്ല, ആ പാർട്ടിക്ക് കിട്ടില്ല, ഈ പാർട്ടിക്ക് ഇത്തവണ 2 വർഷം തരാം, പിന്നെ മറ്റേ പാർട്ടിക്ക് 3. ഇങ്ങനെയല്ല ക്ഷേത്രം ഭരിക്കേണ്ടത്. ക്ഷേത്രം ഇപ്പോൾ നാട്ടിലുള്ള ഒരു സാധാരണ ക്ഷേത്രമാണെങ്കിൽ പോലും എനിക്കോ അങ്ങയ്ക്കോ ഭക്തനായി തുടരാൻ പറ്റും. പക്ഷേ എനിക്കോ അങ്ങയ്ക്കോ അവിടുത്തെ ഭാരവാഹിയെ തുടരാൻ പറ്റില്ല. പക്ഷേ കുടുംബത്തിൻ്റെ മഹത്വം വെച്ച്, ജാതിയുടെ മഹത്വം വെച്ച്, അവിടുത്തെ ചില സാമ്പത്തിക മഹത്വം വെച്ച് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നതെന്നറിയാമോ? നമ്മുടെ ആളുകൾ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ നേരിടുന്ന ഒരു വലിയ അപജയമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ തന്നെ അങ്ങേക്ക് അറിയാമല്ലോ, നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കേസ് വരുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ച സാധാരണ ചോദ്യങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യങ്ങളാണ്. കാരണം നമുക്ക് 6,72,863 മന്ത്രാസാണുള്ളത്. ഹൈന്ദവത്തിൽ 6,72,863 മന്ത്രമുണ്ട്. ഇത് 5 മന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും പലപ്പോഴും വരാറില്ല. പക്ഷെ നമ്മൾ ഇതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ ചവിട്ടി പോയി. കാരണം നമ്മൾ ഇതിൻ്റെ ആരുമല്ലല്ലോ, ഒരു ഭക്തൻ മാത്രമാണല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ മാറ്റം വന്നു കഴിയുന്നതോടുകൂടി കുറച്ചുകൂടെ ഇപ്പം അങ്ങ് എന്നോട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ അവിടെ ഇരുത്തിയില്ല? അങ്ങ് ഇവിടെ ഇരുന്നില്ലല്ലോ, അങ്ങ് അവിടെ തന്നെ ഇരിക്കേണ്ടത്. കാരണം അങ്ങേക്കാണ് എന്നോട് സംശയങ്ങൾ ചോദിക്കാനായിട്ട് ഈ ചോദിക്കുന്ന വിഷയങ്ങൾ ആധികാരികമായിട്ടുള്ള അറിവുള്ളത്. ഞാൻ അപ്പുറത്തിരുന്നാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ സ്ഥാനത്ത് വേറൊരാളിരുന്നാലും പറ്റില്ല. ചിലപ്പോൾ അങ്ങയുടെ സ്ഥാനത്ത് വേറൊരാളിരുന്നാൽ പറ്റും, അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ 3 വിഭാഗം ആളുകൾക്കും ഈ പൂർണ്ണമായിട്ടുള്ള ഈശ്വരീയമായ പ്രാപഞ്ചികമായ ഒരു ബോധം നിലവിൽ വരേണ്ടതുണ്ട്. അതിൽ ഭക്തൻ അടിമുടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഭക്തൻ പഠിക്കേണ്ടത് ഒരു സാധാരണ ലെവലിലുള്ള പഠനമല്ല ഭക്തന് വേണ്ടത്. അവൻ കൊണ്ടുപോകുന്ന മൈന്യൂട്ട്, കാരണം ദേവസങ്കല്പം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പോയിട്ടൊരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വരില്ലേ, അതല്ല ദേവസങ്കല്പം എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്. ആ ദേവസങ്കല്പത്തിലേക്ക് എത്തണമെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഭക്തൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ അതാണ്. സമ്പൂർണ്ണമായ അച്ചടക്കത്തോടുകൂടി മാത്രമേ ഒരു ഭക്തന് ദേവസങ്കല്പത്തിലേക്ക് നടന്നു കയറാൻ പറ്റുകയുള്ളൂ. അവിടെയാണ് നമ്മളൊരു സാധാരണ വ്യക്തിയായിട്ട് നിന്നിട്ട് ഈശ്വരീയതയെ നമ്മളിലേക്ക് സ്വാംശീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. ആ ശ്രമം പൂർണ്ണമാകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തികഞ്ഞ അച്ചടക്കം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇതാണ് ഒരു ഘടകം. ഈ അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ വ്രതാനുഷ്ഠാനം, അല്ലേ? തീർച്ചയായും വ്രതാനുഷ്ഠാനം, നാമജപം, ഇതെല്ലാമാണ്. ഇപ്പോൾ നാമജപം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ചെയ്യുന്നത്, ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റിൽ ഒന്നുമില്ല എന്ന് പറയാം നമുക്ക്. പക്ഷേ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ട് നേരത്തെ തന്നെ ഒരു കാതം നടന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം എന്നർത്ഥമാണ്. കുറച്ച് ദൂരം നടന്നിട്ട് ഒഴുകുന്ന ജലാശയത്തിൽ മുങ്ങി കുളിക്കണം എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ് പറയുന്നുണ്ടല്ലോ ബ്രീത്തിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഡിസിപ്ലിനാണ്. ഇപ്പോൾ ഞാൻ 4 മണിക്ക് എണീറ്റ് കുളിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞായറാഴ്ചയും രാവിലെ കുളിക്കുമോ എന്ന്. കാരണം നമ്മുടെ ആളുകൾ വിചാരിച്ച് വെക്കുന്നത് ഞായറാഴ്ച കുളിക്കേണ്ടതാണെന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞായറാഴ്ച വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, അന്നേരം ഹോളിഡേ ആണല്ലോ. അപ്പോൾ ഹോളിഡേക്ക് അവധി ദിവസം നമുക്ക് കുളിക്കേണ്ടെന്ന് വിചാരിച്ച് വെക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഈ രീതി മാറിയിട്ട് ഒരു സമ്പൂർണ്ണമായ അച്ചടക്കത്തിലേക്ക് ഭക്തൻ വന്നു കഴിഞ്ഞാൽ ഈ പലപ്പോഴും തന്നെ ഇതിൻ്റെ ആവശ്യകത വരുന്നില്ല. അതുപോലെ ഈ വ്രതാനുഷ്ഠാനവും നാമജപവും എല്ലാം നിലനിൽക്കുമ്പം തന്നെ ഒരു ദേവസങ്കല്പ സ്ഥാനത്തേക്ക്, ഒരു ദേവതാ സങ്കല്പം നിലനിൽക്കുന്ന ഒരു അമ്പലത്തിലേക്ക് എന്തൊക്കെ നൽകണം, എന്തൊക്കെ നൽകിക്കൂടാന്ന ബോധവും നമ്മുടെ ഭക്തർക്കില്ല.
അതുകൊണ്ടാണ് പലപ്പോഴും ഈ ക്ഷേത്ര സങ്കല്പത്തിലെല്ലാം തന്നെ അഴിമതി നടക്കുന്നത്. അപ്പോൾ ഇവർ ഒരു കാര്യം തീരുമാനിക്കും. ഇപ്പം ഞാനെന്ന് പറയുന്ന ഭക്തൻ, എനിക്ക് ഇന്ന കാര്യം നടക്കണം, എൻ്റെ ജോലി എനിക്ക് പ്രൊമോഷൻ കിട്ടണം, ഞാൻ അവിടെ ഒരു 10 പവൻ്റെ സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൾക്കാർ പലപ്പോഴും വിചാരിച്ച് വയ്ക്കുന്നത് ഈ ഭഗവാന്റെ ജോലി ഇയാളുടെ ഇന്ന് 10 പവൻ്റെ സ്വർണ്ണമാല കൈക്കൂലി വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുക എന്ന് വിചാരിച്ച് വയ്ക്കുന്നതല്ല. അപ്പോൾ ഈ തലത്തിനൊരു മാറ്റം. പക്ഷേ ഇതിനകത്ത് ഭക്തനെന്ന് പറയുന്ന എന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം എൻ്റെ തലം അങ്ങനെയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരാണല്ലോ ഭക്തരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഭഗവാൻ എന്തെങ്കിലും നൽകിക്കൊണ്ട് അതൊരു അർച്ചിക്കുക എന്നൊരു ക്യാരക്ടറിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ചൂഷണം ചെയ്യുന്ന ഒരു പുരോഹിത വർഗം ഒരുപാട് കാലത്തിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ചൂഷകരെ ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ അഴിമതി വീരന്മാരായിട്ട് മാറുന്ന ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. ശബരിമലയിൽ അതാണെന്നാണ് കേൾക്കുന്നത്. ശബരിമല മാത്രമല്ല, എവിടെ തൊട്ടാലും അവിടെ പണം എന്നുള്ള അവസ്ഥയിലാണ്. അത് കാരണമല്ല, ഞാൻ ഞെട്ടലോടുകൂടി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചു. എത്രയോ കോടി രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ പല സ്ഥലത്തും ഇതുപോലത്തെ സ്ഥാനങ്ങളിൽ വരുന്നതെന്ന്. അപ്പോൾ 1 മാസം 2 മാസം അല്ല 1 വർഷം 2 വർഷം അവിടെ നിലനിന്നിട്ട് അത്രയും ഇവർ ചെന്ന ഉടൻ തന്നെ ചെയ്യണത്. അപ്പോൾ ശബരിമല ആയാലും വേറെ ക്ഷേത്രമായാലും ചെന്ന ഉടൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ദേവതയുടെ രൂപം ഉണ്ടല്ലോ, ആ രൂപം വെച്ചിട്ട് കവർ അടിക്കുകയാണ്. ശിവകാശിയിലൊക്കെ കൊടുത്തയച്ചിട്ട് ലക്ഷക്കണക്കിന് കവർ അടിച്ച് അടുത്ത വലിയ ലോറികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് ഇവർ ഭസ്മമോ പ്രസാദമോ എന്തൊക്കെ വെച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവരുടെ സ്വകാര്യ സംഭവം ഉണ്ടല്ലോ സ്ഥലങ്ങളിൽ, അവിടെ ഇവരിങ്ങനെ കെട്ടുകണക്കിന് ഒരുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെല്ലുന്നവർ 5000 10,000 കൊടുക്കുന്നു, ഈ ഭസ്മപ്പൊതി വാങ്ങിച്ചിട്ട് പോരും. ഇതാണ് ഇത് ഒരു തലം. ഇതൊരു ഘടകമാണ്. ഇതിൻ്റെ മറ്റൊരു ഘടകം കൂടെ അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ മറ്റൊരു ഘടകമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഈ പൊതുവിൽ ഞാനും അങ്ങും ഉൾപ്പെടുന്ന ഈ പൊതുസമൂഹം, പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നത് നമ്മുടെ അതിൽ കിരൺ മയേന എന്ന് പറയുന്നത് പോലെ ദ ട്രൂത്ത് ഈസ് കൺസീൽഡ് ബൈ ദ ഗോൾഡൻ വിസൽ. എന്തെന്ന് പറഞ്ഞാൽ ഈ എല്ലാ വിഗ്രഹങ്ങളും ഉടഞ്ഞതാണ്. പക്ഷേ ഉടഞ്ഞ വിഗ്രഹങ്ങളെല്ലാം നമ്മൾ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ ഈ വിഗ്രഹങ്ങളെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുകയും വിഗ്രഹങ്ങളുടെ പൊതി മാറ്റുന്ന സമയത്ത് അതിൻ്റെ കവർ മാറ്റുമ്പോൾ ഇവരെല്ലാം ഉടഞ്ഞതാണെന്ന് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങളായി നിലനിൽക്കുന്ന ഈ വ്യക്തികളുടെ അപജയം നമ്മൾ തിരിച്ചറിയാൻ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോധം, ഭക്തനൊരു ബോധമുണ്ടെങ്കിൽ ഒരു തന്ത്രിയും ശാന്തിയും കാലിത്തൊട്ട് തൊഴില്ല. മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ശബരിമലയിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇത്രയും ബഹളം വെച്ച് അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതെ, തത്വമസി എന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭക്തനും ഭഗവാനും തമ്മിൽ ലയിക്കുന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, അതുകൊണ്ടാണല്ലോ അങ്ങേ കാണുമ്പോൾ ഞാനും എന്നെ കാണുമ്പോൾ അങ്ങ് നമസ്കാരം പറയുന്നത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും അത് ലയനത്തിലേക്ക് പോകുകയും ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടക്കുന്ന ഈ ഇടപെടലുകളുണ്ടല്ലോ, അത് രാഷ്ട്രീയമായാലും ജാതിയായാലും മതമായാലും, ഈ ഇടപെടലുകൾ കുറച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ഭക്തർ അവിടേക്ക് കടന്നു വരും, യഥാർത്ഥ ഭാരവാഹികൾ കടന്നു വരും, യഥാർത്ഥ പുരോഹിതർ കടന്നു വരും. ഇപ്പോൾ എനിക്ക് തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ പല സ്ഥലത്തും നമ്മുടെ സൗഹൃദങ്ങളാണ് അത് ഭരിക്കുന്നത്. അവർ പലപ്പോഴും എന്നെ അതിനകത്ത് ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ പറയൂ, ഞാൻ ഭാരവാഹിത്വത്തിൽ വരില്ല. ഭാരവാഹിത്വത്തിന് വരാനായിട്ട് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഭാരവാഹിത്വത്തിൽ വരാത്തത്. ഭാരവാഹിത്വത്തിൽ വരാൻ നമുക്ക് യോഗ്യത ഉണ്ടാവണം. എനിക്ക് യോഗ്യതയില്ല. ഭാരവാഹിത്വത്തിൽ വരണമെങ്കിൽ നമ്മൾ ഭക്തനെക്കുറിച്ച് മാത്രമല്ല, ഭഗവാനെക്കുറിച്ച് മാത്രമല്ല, ഈ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് തന്നെ ആധികാരികം പഠനം. ഇപ്പം അങ്ങ് തന്നെ പരിശോധിക്കുക, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു ഭാരവാഹിയെ വിളിച്ചിട്ട് ചോദിക്കുക. ഇപ്പം ഒരു ഭാരവാഹി അവിടെ നിന്നിട്ട് ഒരു കുഞ്ഞ് വരുന്നു, നമ്മുടെ കൂടെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോള് വരുന്നു. ആ മോള് ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് തൊഴുന്നു. ആ കുഞ്ഞാളിനെ അറിയില്ല. അപ്പോൾ തൊഴുന്ന സമയത്ത് ഇയാൾ വന്ന് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഭാരവാഹിയോ വന്ന് ഈ കുഞ്ഞിനെ വിരട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയും. അപ്പോൾ ഈ ഭാരവാഹിയോട് അങ്ങ് ചോദിക്കുക, എൻ്റെ പൊന്നു സാറേ, അണ്ണ, നിങ്ങൾ അല്ലെങ്കിൽ മാമ, എന്തുകൊണ്ട് ആണ് നിങ്ങൾ വിരട്ടിയത്? ഈ കുഞ്ഞ് എന്തുകൊണ്ട് നടയിൽ നിന്ന് തൊഴുതുകൂടാ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന മറുപടി എന്തായിരിക്കും എന്നറിയാമോ? ഈ പണ്ട് കപ്പൽ എന്തുകൊണ്ട് പൊങ്ങിക്കിടക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, പണ്ട് ഞാൻ ആദ്യമായിട്ട് വിശാഖപട്ടണത്ത് പോയപ്പോഴും കപ്പൽ പൊങ്ങി തന്നെയാണ് കിടന്നത്, അതുകൊണ്ട് ഇപ്പോഴും കപ്പൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന മറുപടിയാണ് ഇവർ പറയുന്നത്. കാരണം എന്തുകൊണ്ട് ക്ഷേത്ര നടയിൽ നിന്ന് ഭഗവാനെ ദർശിച്ചുകൂടാ, തൊഴുതുകൂടാ എന്ന് ഇവർക്ക് പറഞ്ഞു തരാനും ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ടായിട്ടുള്ള ഒരു അച്ചടക്കം കുട്ടിയിലേക്ക് പകർത്താൻ അവർ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഇവിടെ നടക്കുന്നത്. ഇപ്പം പലരും ഇപ്പോഴും ക്ഷേത്രത്തിന് നേരെ, വിഗ്രഹത്തിന് നേരെ നിന്ന്
തൊഴുന്നത് കാണാറുണ്ട്. അതെ അതെ, യഥാർത്ഥത്തിൽ വിഗ്രഹത്തിന് നേരെ നിന്ന് തൊഴുതുകൂടാന്ന് മാത്രമല്ല, ഈ വിഗ്രഹ ശാസ്ത്രവും ക്ഷേത്രശാസ്ത്രവും എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. അതായത് ഈ അറ്റ്ലീസ്റ്റ് ഭക്തൻ്റെ കാര്യം വിടണം, ഇനിയെങ്കിലും അങ്ങേക്ക് കുറച്ചുകൂടെ സ്വാധീനമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് പുരോഹിതരായിട്ട് വരുന്നവരും, ഇലക്ഷനും ജാതിയും മതവും ഒക്കെ പറഞ്ഞവർ വന്നോട്ടെ, രാഷ്ട്രീയം പറഞ്ഞ് വന്നോട്ടെ, പണം കൊടുത്ത് വന്നോട്ടെ, പക്ഷേ ഈ പുരോഹിതരായിട്ട് വരുന്നവരും ഭാരവാഹികളായിട്ട് വരുന്നവരും തീർച്ചയായിട്ടും ടെമ്പിൾ സയൻസ് പഠിച്ചിരിക്കണം. ഓക്കെ. ക്ഷേത്രശാസ്ത്രം പഠിക്കുന്നവരും മാത്രം. ഭക്തൻ കുറച്ചുകൂടെ പാവമാണല്ലോ, അപ്പോൾ മാറി നിൽക്കട്ടെ, പക്ഷേ ഇവൻ പഠിക്കണം. ഇപ്പോൾ അങ്ങ് ഒരു പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് അങ്ങേക്ക് ക്ഷേത്രശാസ്ത്രത്തിൽ ബോധമുണ്ടോ എന്ന രീതിയിൽ അങ്ങേ ടെസ്റ്റ് ചെയ്യപ്പെടണം. ഈ ക്ഷേത്രത്തിൽ വരുന്ന പുരോഹിതരുണ്ടല്ലോ, തന്ത്രിമാരുണ്ടല്ലോ, ഈ തന്ത്രി എന്ന് പറയുന്നത് തന്നെ അവർ സ്വയം പ്രഖ്യാപിത അവകാശങ്ങളാണ്. സെൽഫ് ഡിക്ലെയർഡ് ആണ് ഇവരെല്ലാം, സെൽഫ് ഡിക്ലെയർഡ് ജീനിയസുകളുണ്ടല്ലോ. അതുപോലെ ഇവർ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഞങ്ങൾ ഇപ്പോൾ പരിപൂർണ്ണ സാറിൻ്റെ മുമ്പിൽ വന്ന വിഷയം നമുക്കറിയാമല്ലോ. എന്തുകൊണ്ട് പിന്നെ അങ്ങ് തന്ത്രിയായി? ഇതൊന്നും അറിയില്ലെങ്കിൽ. അല്ല, ഞങ്ങൾ പരമ്പരാഗതമായി തന്ത്രിയാണ്. ജന്മിമാർ പണ്ട് പറയില്ലേ, അതെ, അങ്ങ് എന്തുകൊണ്ട് ജന്മിയായി? അല്ല, ഞങ്ങൾ അപ്പൂപ്പൻ്റെ കാലം മുതൽ ഞങ്ങൾ ജന്മിമാരാണ്, അത് ഞങ്ങൾ തുടരുന്നു. എന്നാൽ പിന്നെ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ മക്കളെല്ലാം അങ്ങ് ഡോക്ടേഴ്സ് ആക്കിയാൽ പോരെ? ഇപ്പോൾ ലായേഴ്സിൻ്റെ മക്കളെല്ലാം LLBക്കോ LLMനോ പോകാതെ ലായേഴ്സ് ആയാൽ പോലെ, ജേർണലിസ്റ്റുകളുടെ മക്കളെല്ലാം അങ്ങ് ഇതായാൽ മതിയല്ലോ. ജേർണലിസം ഒന്നും പഠിക്കേണ്ടത് ഞങ്ങൾ പരമ്പരാഗതമായി. അപ്പോൾ ഇതും വളരെ ഗൗരവമായിട്ടുള്ള വിഷയം. ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നത്, തീർച്ചയായിട്ടും ഈ ടെമ്പിൾ സയൻസ് യൂണിവേഴ്സിറ്റി തലത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അത് അന്ധവിശ്വാസമായ ഒരു കാര്യമല്ല, അതൊരു ഡിസിപ്ലിനാണ്. നമ്മളിപ്പോൾ പല ഡിസിപ്ലിനും ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഈ ഒക്കൾട്ട് സയൻസ്, പാരാസൈക്കോളജിയൊക്കെ വിളിച്ചിരുന്നത് കപടശാസ്ത്രമെന്നാണ്. ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റികളിലെ പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അടികൂടാൻ പോയ കുറേ ആൾക്കാർ അർജുന എന്ന് പറഞ്ഞ കൃഷ്ണൻ എന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ ആളുകൾ പ്രചരിപ്പിച്ചത്. പക്ഷേ USA ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ MBAയുടെ പേപ്പറായി മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും. ഭഗവത്ഗീതയുടെ സയൻസ് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ബോധത്തോടുകൂടി ക്ഷേത്രശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ മാത്രമേ ഇനി തൊട്ട് ഭാരവാഹിത്വത്തിലും പൗരോഹിത്യത്തിലും വരാവൂ. ഈ പലപ്പോഴും ഇവിടെ വരുന്നതെന്ന് എങ്ങനെയെന്നറിയാമോ? ഈ പൗരോഹിത്യത്തിൽ വരുന്നവർ ഒന്ന് പൗരോഹിത്യ സിസ്റ്റത്തിൽ വരുന്നവരാണ്. രണ്ടാമത്തവരെ അവർ ഈ പൗരോഹിത്യത്തിനകത്ത് ആകെ പഠിച്ചു വരുന്നത് പൂജ മാത്രമാണ്. പൂജ, ആ ക്ഷേത്രത്തിന് വേണ്ടുന്ന ഒരു പൂജ. പിന്നെ ഈ പലപ്പോഴും ഈ മാറ്റം വരുന്നു, അങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ കുതിരക്കാരൻ ഇല്ലെങ്കിൽ കുതിരക്കാരൻ്റെ അനിയനെ വിട്ട് വണ്ടി ഓടിക്കാമെന്ന് പറയില്ലേ, ഇതുപോലത്തെ തരത്തിൽ ഇത് പോകുന്നത് കൊണ്ടാണ് ഈ ഭക്തർക്ക് ഈ കുറച്ചുകൂടെ ബോധം വരേണ്ടത് ഭക്തർക്കാണ്. ഇപ്പോൾ ഒരാളിനോട് ചോദിക്കുന്നു, ഇത് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പുരോഹിതനോട് ചോദിക്കുന്നില്ല. ഇനി നമ്മൾ പുരോഹിതരോട് ചോദിച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഈ ശിവക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്തെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാറില്ല. വടക്ക് ഭാഗത്ത്, കിഴക്ക് ദർശനമുള്ള ശിവക്ഷേത്രത്തിൽ വടക്ക് ഭാഗത്ത് എത്തുന്ന സമയത്ത് അവിടെ അവർ ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ അത് അവിടുത്തെ ഭാരവാഹികൾ അത് ഗംഗാ സങ്കല്പത്തിലാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ പുരോഹിതനോട്, അവിടുത്തെ ക്ഷേത്രത്തിലെ പൂജാരിയോട് നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു? നമുക്കറിയണമല്ലോ, ചുമ്മാ പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ടാണ് അന്ധവിശ്വാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സാമഗ്രി ഇവിടെ വെച്ചിരിക്കുന്നത്? ഒരു സാമഗ്രി വെച്ചിട്ടുണ്ട് അവിടെ ആ സൈഡിൽ. പിന്നെ അവിടുന്ന് വരുന്ന തീർത്ഥം എന്തുകൊണ്ട് തൊട്ടുകൂടാ? ഇതിനകത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അങ്ങ് നേരത്തെ ഇതിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ക്ഷേത്രശാസ്ത്രം അധിഷ്ഠിതമായിട്ടൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് എത്രയോ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മുടെ ജീവിതചര്യ പോകുന്നത്. എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും പോയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കണമെന്നില്ല. മനസ്സിലായി? ദൈവം ഇല്ലെന്ന് പറഞ്ഞ ആളിനെ മഹർഷി എന്ന് വിളിച്ച ഒരു വലിയ സംസ്കാരമാണ് നമുക്കുള്ളത്. ചാർവാകനെ നമ്മൾ മഹർഷി എന്നാണ് വിളിച്ചത്, ചാർവാക മുനി എന്നാണ് വിളിച്ചത്. കാരണം ദൈവമില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞു, ഈശ്വരനാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയും. അവിടെയും നമ്മൾ അതൊരു ശാസ്ത്രമാണ്, അതൊരു സയൻസാണ്, അതാണ് അൾട്ടിമേറ്റ് എന്ന് പറയും. നമുക്ക് അപ്രാപ്യമാണല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു സംസ്കൃതിയിലേക്കകത്ത് നമുക്ക് നിൽക്കുമ്പോൾ അത് നല്ല ബോധത്തിലായിരിക്കണം. ഇപ്പം ഞാനും അങ്ങ് സംസാരിക്കുന്നു, നമ്മുടെ ക്യാമറ യൂണിറ്റ് വളരെ സജീവമാണ്. പക്ഷെ നമ്മുടെ ക്യാമറ യൂണിറ്റിൽ നിൽക്കുന്ന വ്യക്തികളാരെന്ന് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ കൂടെ വന്ന എൻ്റെ ഡ്രൈവറല്ല, എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തുക്കളുമല്ല ക്യാമറയിൽ നിൽക്കുന്നത്. അവർ വളരെ ഈ ക്യാമറ എക്സ്പെർട്സാണ്. എൻ്റെ കണ്ണിൻ്റെ ചലനങ്ങൾ, അങ്ങയുടെ കണ്ണിൻ്റെ ചലനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം അവർ വളരെയധികം വീക്ഷിക്കുന്നുണ്ട്. അവർ നമുക്ക് സജഷൻ തരുന്നുണ്ട്, അങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ ഇരിക്കരുതെന്നുള്ള സജഷൻ തരുന്നത്. അപ്പോൾ ഇത്രയും ബോധം ആ ക്യാമറമാൻമാർക്ക് ഉള്ളത് കൊണ്ടാണ് ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. ശരിയാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടല്ലോ, നല്ല റിസൾട്ട് എന്ന് ഞാൻ എൻ്റെ വർത്തമാനത്തിൽ, എൻ്റെ വാക്കുകളിലെ റിസൾട്ട് അല്ല പറയുന്ന, ഈ ക്യാമറയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ നമ്മൾ കാണുന്ന, ഈ റിസൾട്ട് വരുന്ന അവർക്ക് പഠനമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ അമ്പലത്തിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരിലേക്കൊരു ഒഴുക്ക്
ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയത, അതൊരു പ്യൂരിറ്റിയാണ്. സ്പിരിച്വാലിറ്റി ഈക്വൽ ടു പ്യൂരിറ്റി. ആ ഒഴുക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ബോധം ഉണ്ടാകണം. അതുകൊണ്ട് ഇനി മുതൽ ഭക്തർ കുറച്ചുകൂടെ സമയമെടുക്കും. ഈ ഭാരവാഹികളും ഈ ക്ഷേത്രശാസ്ത്രം പഠിച്ചിരിക്കണം. പുരോഹിതരും കമ്പൽസറി. പുരോഹിതർ വെറുതെ എൻ്റെ അപ്പൻ്റെ അപ്പനൊക്കെ ക്ഷേത്ര പൂജാരിയായിരുന്നു, തന്ത്രിയായിരുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ തന്ത്രിയുടെ ആവശ്യമില്ല. നമ്മുടെ സംസ്കൃതിയിൽ തന്ത്രിയൊക്കെ കടന്നു വന്നത് വളരെ അടുത്താണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. മനസ്സിലാവില്ലേ? നമ്മളിത് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ആത്മബോധമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇത്ര മണി 7:30 പ്രതിഷ്ഠ എന്നല്ല പണ്ട് പറഞ്ഞിരുന്നത്. കാരണം ഏത് സമയത്താണോ ഇദ്ദേഹം മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മെസ്സേജ് ചെയ്തിട്ട് അദ്ദേഹം തളരുകയാണ്. എന്നിട്ട് അത് സങ്കല്പമാണ്. അങ്ങിപ്പോൾ അങ്ങയുടെ അമ്മയെ വിചാരിക്കുന്നു, ഇവിടെ ഇരുന്നു ഷൂട്ടിനിടയിൽ വിചാരിക്കുന്നു, അതൊരു സങ്കല്പമാണ്. അപ്പോഴത്തേക്ക് അമ്മ അങ്ങിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അമ്മ വീട്ടിലിരുന്ന് അമ്മയും വിചാരിക്കുന്നു എൻ്റെ മോനിപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നെല്ലാം അമ്മ വിചാരിക്കുമ്പോൾ അമ്മയിലേക്ക് ഒരു നിറവ് പകർന്നു വരുന്നുണ്ട്. അതുപോലെ ഇത് തീർച്ചയായിട്ടും ഇദ്ദേഹം മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ശൂന്യനായി തീരുകയാണ്. ഈ ശൂന്യനായി തീരുന്ന അവസ്ഥയിൽ അദ്ദേഹം കൊടുത്ത എനർജിയെ 13 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു എനർജി തിരിച്ചെടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ ബോധത്തോടുകൂടി ഭക്തനും ഈ ബോധം ദയവ് ചെയ്തുണ്ടായിരുന്നാൽ, ഞാൻ കുറച്ചുകൂടെ പറഞ്ഞോട്ടെ, എന്നെ നിങ്ങൾ വിപ്ലവകാരിയെന്നൊന്നും പറയരുത്. കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭക്തൻ പുരോഹിതനെ ചോദ്യം ചെയ്യണം. ഇനി മുതൽ ഭക്തൻ പുരോഹിതനെ ചോദ്യം ചെയ്യണം. നമ്മൾക്ക് തരുന്ന തീർത്ഥജലമുണ്ടല്ലോ, അതിൽ സൈനർജസിക് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ഈ തീർത്ഥജലം നമുക്ക് തരുമ്പോൾ, അങ്ങ് അമ്പലത്തിൽ പോയി തീർത്ഥജലം തരുമ്പോൾ ദേവസ്വം ബോർഡായിട്ട് സ്വകാര്യമായിട്ട് എന്തായി അങ്ങയുടെ കുടുംബക്ഷേത്രമാകട്ടെ, അങ്ങയ്ക്ക് തരുന്ന തീർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് അങ്ങ് ചോദിക്കണം. ഹലോ പോറ്റി പുരോഹിതനെ അല്ലെങ്കിൽ തിരുമേനി എന്താ വിളിച്ചുകൊള്ളുക, എന്താണ് ഇതിലെ മിശ്രിതം? അപ്പോഴയാൾ ഇങ്ങനെ കണ്ണടിച്ച് കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ഇത് പറയാൻ അല്ല, എനിക്ക് മാത്രം സൂക്ഷിക്കേണ്ട ഒരു രഹസ്യമാണ്. അല്ല, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നില്ല? ഇനി കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ അങ്ങേക്ക് ഭഗവത് ദർശനത്തിന് ഒരു മീഡിയേറ്റർ ആവശ്യമില്ല. ഓക്കെ, ഇതാണ് സിസ്റ്റം. നമ്മൾ പഠിച്ച് വന്ന സമയത്ത് കണ്ടതെല്ലാം അതാണ്. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലൊക്കെ വലിയ പുരോഗമന രീതിയിലുള്ള സ്പിരിച്വാലിറ്റി നമ്മളിൽ ചർച്ച ചെയ്തതാണ് ഗുരുദേവ കൾച്ചറൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഗുരുദേവ കൾച്ചറൊക്കെ വന്നപ്പോൾ അവിടെ മീഡിയേറ്ററിൻ്റെ ഇല്ലാതായി മാറി. പക്ഷേ ഭക്തനുള്ള ചില അസൗകര്യ നിമിത്തമാണ് ഗുരുദേവ ക്ഷേത്രങ്ങളിൽ പോലും പലയിടത്തും പുരോഹിതനുണ്ടായി മാറിയത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങ് വിളിച്ചാൽ ഭഗവാൻ വരും. അങ്ങ് വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ വരും. അതുകൊണ്ടാണ് വ്യാസൻ പറഞ്ഞത് യാദൃഗച്ഛേച്ഛ ഭവതും താദൃഗ് ഭവതി പുരുഷക, യുവർ ലൈഫ് ബിക്കംസ് വാട്ട് യു തിങ്ക്. കുരുക്ഷേത്രം തുടങ്ങാൻ സമയത്ത് വിതുരർ ധൃതരാഷ്ട്രോട് പറഞ്ഞതാണ്, ജ്യേഷ്ഠൻ ഇപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നു, അതും യുദ്ധം വരും, പ്ലീസ് ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈഫ്. ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരും. നല്ലത് ആഗ്രഹിക്കുക, അദമ്യമായി ആഗ്രഹിക്കുക. ഇപ്പോൾ അങ്ങിപ്പോൾ ഈശ്വരനെ കൃഷ്ണ, ഇപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല, പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അവരുടെ അടുത്തേക്ക് കൃഷ്ണൻ വരുന്നു, ശിവൻ വരുന്നു, അവരുടെ ഗുരുക്കന്മാർ വരുന്നു. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗുരുക്കന്മാർ വരെയാണ്. ഗുരു കൾച്ചറിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഗുരുവിനെ കാണണമെന്ന് വെച്ചാൽ, എടാ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇന്നലെ എൻ്റെ ഗുരുവിനെ വിളിച്ചു, അദ്ദേഹം ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു, എന്നെ ആ അർത്ഥമയക്കത്തിൽ എൻ്റെ ഗുരു വന്ന് എന്നെ തലോടി, എൻ്റെ പ്രശ്നമെല്ലാം തീർന്നു. അപ്പോൾ അദ്ദേഹത്തിനെ അങ്ങ് ഒരിക്കലും അന്ധവിശ്വാസി എന്ന് വിളിച്ചു കളയരുത്. അദ്ദേഹത്തിനുള്ള എക്സ്പീരിയൻസ് അങ്ങേക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങേക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നും വേറെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് കരുതി പോകരുത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ വിജിലൻ്റ് ആവേണ്ടത് ഭക്തരാണ്. ഭക്തർ കുറച്ചുകൂടെ വിജിലൻ്റ് ആവുക. ശബരിമലയിൽ സ്വർണ്ണ കോടാലി കൊണ്ട് നമ്മുടെ കാണിക്ക വഞ്ചിയിലിടുന്ന സമയത്ത് ഈ സ്വർണ്ണ കോടാലി അവിടെ ഇടാൻ യോഗ്യമാണോ എന്ന് നമ്മൾ ഒരു വട്ടം ആലോചിച്ചാൽ മതി. ഈ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ സമൂഹത്തിൽ ഈ അന്നദാനം പോലെയുള്ള ചടങ്ങുകൾ കണ്ടിട്ടില്ലേ, ഈ നൽകുന്നവൻ ആരെന്ന് പറഞ്ഞാൽ അവൻ്റെ ആഢ്യത്വമാണ്, സ്വീകരിക്കുന്നവൻ്റെ ഗതികേടുമാണ്. ഈ തരത്തിലാണ് ഈ അന്നദാനം എന്ന് പറയുന്നതിന് വളരെ യോഗ്യമായിട്ടാണ് അന്നദാനം സ്വീകരിക്കേണ്ടത്. നൽകേണ്ടത് മാത്രമല്ല, അങ്ങേക്ക് അന്നം ആവശ്യമുണ്ടെങ്കിലേ സ്വീകരിക്കാവൂ. ഓക്കെ, അതുകൊണ്ടാണ് അന്നദാനം മഹത്തായ ദാനമായി മാറിയത്. അങ്ങേക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങ് വീട്ടിൽ ബീഫെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പെണ്ണുമ്പിള്ളയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അന്നദാനമൊക്കെ കഴിച്ച് കുറച്ച് പുണ്യം കിട്ടിയെന്ന് വിചാരിച്ച് പിന്നെ ഒലത്തിയ ബീഫ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം അങ്ങേക്ക് അന്നം ആവശ്യമുണ്ടോ എന്ന് തീരുമാനിക്കുക. ഈ അന്നം ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് കഴിക്കുന്നത് വിശുദ്ധമാണ്, അല്ലെങ്കിൽ അത് അവിശുദ്ധമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ വിജിലൻ്റ് ആവുക എന്നാണ്. ഭക്തർ കുറച്ചുകൂടെ വിജിലൻ്റ്. ഇപ്പം നമുക്ക് ഇത് പെട്ടെന്ന് എടുത്തു
വിട്ടുകളയാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ സഹസ്രാബ്ദങ്ങൾ സ്വീകരിച്ച് വരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് വലിയ സിസ്റ്റം നമുക്കകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല പല സെമിറ്റിക് സിസ്റ്റം അല്ല, പല പല ഗ്രൂപ്പ് കൾച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും എന്താ പറയുന്നത് അവിശുദ്ധമായി ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ചില ക്ഷേത്ര ആചാരങ്ങൾ തന്നെ എന്തിനാണ് ഈ ക്ഷേത്ര ആചാരം എന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു സുഹൃത്തുണ്ടായിരുന്നു, പ്രസാദ്. അവനിങ്ങനെ ചില ദിവസം വന്നിങ്ങനെ ക്ലാസ് ടീച്ചറോട് പറയും, സാർ ഇന്ന് സമരമാണെന്ന് പറയും. അപ്പോൾ ആ ടീച്ചർ ചോദിക്കും, എന്ത് പ്രസാദേ സമരം? അല്ല, അത് ഡൽഹിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ടീച്ചർ. എന്നിട്ട് അവൻ 2 മുദ്രാവാക്യം വിളിച്ചിട്ട് അവൻ ജനലിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകും. ചിലപ്പോൾ അന്ന് അവിടെ സമരം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സമരം. അപ്പോൾ നമ്മൾ പലപ്പോഴും പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, പ്രസാദിനൊരു വിഷയമാണ് സമരം എന്ന് പറയുന്നത്. പക്ഷേ എന്തിനാണ് സമരമെന്ന് പ്രസാദിന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തീർച്ചയായിട്ടും ഒരു ഡോക്ടർ എന്തുമാത്രം വിജിലൻ്റ് ആയിട്ടാണോ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നത്, ഒരു അഡ്വക്കേറ്റ് എന്തുമാത്രം വിജിലൻ്റ് ആയിട്ടാണോ നമ്മുടെ വിഷയങ്ങൾ കേൾക്കുന്നത്, ഒരു ഫിനാൻസ് കൺസൾട്ടൻറ്റ് എന്തുമാത്രം വിജിലൻ്റ് ആയിട്ടാണോ നമ്മുടെ ഫിനാൻസ് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ഫിനാൻസ് നഷ്ടപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുന്നത്, അതുപോലെ ആയിരിക്കണം പുരോഹിതരെ. ഈ പുരോഹിതരെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ മാറിക്കിട്ടണം. അതിന് പകരം ഭക്തരെ, ഇപ്പം നമ്മളിപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാമല്ലോ, എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ അവർ നമ്മളെ തോളിലൊക്കെ കൈവച്ചിട്ട് ചെറിയ ഇതൊക്കെ പറഞ്ഞ ഒരു ഇതെല്ലാം പറയും. അപ്പോഴത്തേക്ക് നമ്മൾ എന്തിനു വന്നതെന്ന് ഇങ്ങനെ ആലോചിക്കും. വളരെ പ്രമാദമായ ഒരു രോഗമാണ് 2 ദിവസം കൊണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അതുപോലെ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ സംസ്കൃതിയെ നമുക്ക് താലോലിച്ച് ഹൃദയത്തിലേറ്റി ഈ ജന്മവും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മങ്ങളുമെല്ലാം തന്നെ വിശുദ്ധിയോടെ സംശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, ഇത് ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മുടെ സംസ്കാരമാണ്, ഭാരത സംസ്കാരമാണ് ഏറ്റവും പഴക്കമേറിയത്. ഇത്രയും പഴക്കമേറി നിലനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സംസ്കാരം മറ്റൊന്നില്ല. അതെ അതെ. ഈ സംസ്കാരത്തെ തകർക്കാനാണ് ഫോറിൻ ഇൻവേഡേഴ്സ് തുടക്കം മുതൽ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന്. കാരണം ഈ ക്ഷേത്രങ്ങളുമായി ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ സംസ്കാരം നിൽക്കുന്നത് എന്നാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ നിലനിന്നിരുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ ശബരിമലയിലെ വിഷയങ്ങളുടെ തുടക്കത്തിൽ ആചാരലംഘനമാണല്ലോ വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തക ശൃംഖല എഴുതിയ ജയശങ്കർ സാർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അന്ന് പറഞ്ഞത്, ആദ്യം സംസാരിച്ചത് അവിടുത്തെ കുറേ നിർമ്മാണങ്ങളെക്കുറിച്ചാണ്, നിർമ്മിതികളെക്കുറിച്ചാണ് ശബരിമലയിലെ. അത് ശരിയല്ല. അന്നാണ് ഞാൻ ആദ്യമായി ഈ വാക്ക് കേൾക്കുന്നത്. ക്ഷേത്രശാസ്ത്രം എന്ന് പറയുന്നത്, ടെമ്പിൾ സയൻസ് എന്നുള്ള വാക്കത്തെ, അദ്ദേഹം ഇംഗ്ലീഷിലാണ് പുസ്തകം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടെമ്പിൾ സയൻസ് അറിയാതെയാണ് അവിടുത്തെ നിർമ്മാണങ്ങൾ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അവിടെ ദേവപ്രശ്നം വെച്ചപ്പോഴൊക്കെ തന്നെ ഇദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനായ അറിയപ്പെടുന്ന ആളായിരുന്നു. അപ്പം അന്നും അദ്ദേഹം ഈ മെസ്സേജ് പാസ് ചെയ്തു, ഇത് പാടില്ല എന്ന്. അതിനുശേഷമാണ് ഈ ആചാരലംഘനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നതും. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്, അതിനനുസരിച്ചാണ് പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ തകർക്കാൻ ശ്രമിക്കരുത്. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ശബരിമല എന്ന് പറയുന്നത്. ഇത് പല ഡൈനാസ്റ്റികൾ കൈമാറി വന്നിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് ഈ ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകളും വിവാദങ്ങളും മാത്രമാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞു, അയ്യപ്പനെ തൊട്ട് കളിക്കരുത്. ഈ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വളരെ പ്രായമുള്ള ആയിരുന്നു. അയ്യപ്പനെ തൊട്ട് കളിക്കരുത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിന് കൂട്ടു നിൽക്കുന്ന ഓരോരുത്തരും ഇതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ പറഞ്ഞതിന് ശേഷം പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് നമ്മൾ കരുതുന്ന പലർക്കും പിന്നീടുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കരുതുന്നത്? അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കും. അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ സെൻസേഷണലായ വിഷയങ്ങളെ കാണുന്ന അവസ്ഥയിലാണ്, കുറച്ചുകൂടെ ശാസ്ത്രീയമായി തന്നെ വിഷയങ്ങളെ കാണുന്ന അവസ്ഥയിലാണ്. തീരെ ഒരു അടഞ്ഞ ഭക്തനായിരുന്നില്ല സാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് കുറച്ചുകൂടെ ഗൗരവമായിട്ട് തന്നെ എടുക്കാം. അദ്ദേഹം ഒരു ഭക്തന്റെ സ്വഭാവത്തിൽ അങ്ങയോട് സംസാരിച്ചു എങ്കിലും ചിലപ്പോൾ എനിക്ക് അറിവില്ലാത്ത ആളായതുകൊണ്ട് അതുകൊണ്ടല്ല, ഞാൻ കുറച്ച് ക്ഷേത്രശാസ്ത്രം അറിയാത്ത ആളാണ്. അങ്ങ് തന്നെ പറഞ്ഞില്ല. ഇപ്പം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ വിഷയം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചിരിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം ആ ബോധം അദ്ദേഹത്തിലേക്ക് അന്തർലീനമായിരുന്നു എന്നുള്ള. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗൗരവത്തിൽ പറഞ്ഞാൽ കർമ്മമാണല്ലോ. യെസ്, കർമ്മമാണ്, നോട്ട് ഡ്യൂട്ടി ബട്ട് ആക്ഷൻ.
ആക്ഷനാണ്. ഈ ആക്ഷൻ്റെ റിസൾട്ട് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, എന്തായാലും ഉണ്ടാവും. എന്തായാലും ഉണ്ട്. ഇപ്പോൾ അങ്ങിപ്പോൾ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തി ആയിരുന്നു എങ്കിൽ, ഇപ്പം നമുക്കില്ല, ഇരുന്നുവെങ്കിൽ അങ്ങേക്ക് വലത് വശത്ത് അങ്ങയുടെ വലത് കൈയുടെ ഭാഗത്ത് ഇരിക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണല്ലോ ഇടത് ഭാഗത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ മതി. ഇതിനെ ഈ ദൈവവുമായിട്ടോ പ്രപഞ്ചവുമായിട്ടോ ഒന്നും കൂട്ടിക്കെട്ടണ്ട. ഇതൊരു രഹസ്യമാണ്. കുറേ രഹസ്യങ്ങൾ ഇവിടെ നിലനിൽക്കുമല്ലോ, രഹസ്യം നിലനിൽക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ എവറസ്റ്റ് കീഴടക്കിയല്ലോ. ഞാനും അങ്ങും വിചാരിച്ചാൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ എവറസ്റ്റിലേക്ക് പോകാം, ഒരു വേള നമ്മൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുകയും ചെയ്യും. പക്ഷേ എന്നേക്കാൾ അങ്ങേക്കാൾ വളരെ വൈദഗ്ധ്യം നിറഞ്ഞ ലോക സഞ്ചാരികൾ, യാത്രികരുണ്ടല്ലോ, എന്തോ പർവ്വതാരോഹകർ, അവരൊരുപാട് ശ്രമിച്ചിട്ടും കൈലാസം കീഴടക്കിയില്ല. കൈലാസം വളരെ ചെറുതാണ് എവറസ്റ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ അപ്രാപ്യമായ സാധനം എല്ലാ സമയത്തും നിലനിൽക്കും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇത് സന്ദർഭവശാൽ ഞാൻ ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ടോക്കിംഗ് പോയിന്റിലെ ഒരു ചർച്ചയിൽ ഫക്രുദ്ദീൻ അലി പറഞ്ഞതാണ്, ഇന്ത്യയുടേതായ കരുത്ത് നിറഞ്ഞ ഒരു രഹസ്യമുണ്ട്, ഒരു നിഗൂഢ രഹസ്യമാണ്, അല്ലെങ്കിൽ നിഗൂഢ ശക്തിയുണ്ട് ഇന്ത്യക്ക്. ഇതിനെ വിദേശീയർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ കാലങ്ങളായി അത് തുടരുന്നു, ഇപ്പോഴും അതുണ്ട് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് അറിയില്ല, അതൊരു രഹസ്യമാണ് എന്നാണ് പറയുന്നത്. അല്ല, അതിൻ്റെ ഒരു കുറച്ച് ലളിതമായി പറഞ്ഞാലേ, ഈ വൈദേശികർ ഭയപ്പെടുന്നു എന്ന് അങ്ങ് പറഞ്ഞതിനെ കുറച്ചുകൂടെ ലളിതമാക്കാം. ഈ ഭയപ്പെടുന്ന വൈദേശികരുടെ ചില റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ ഇടയിലുണ്ട്, ഭയപ്പെടുന്ന വൈദേശികരുടെ പ്രതിനിധികൾ. അപ്പോൾ ഇതിലെ ഒരു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ടോക്കിൽ പങ്കെടുത്തില്ല, ഞാൻ പലപ്പോഴും നിശബ്ദത പാലിക്കാറുണ്ട്. നിശബ്ദനായിരുന്നപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ്, വെറുതെ പറയണ്ട, ആ റെപ്രസെൻറ്റേറ്റീവ്, ആ പ്രതിനിധി എൻ്റെ സൗഹൃദത്തിലുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ നാഗരെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെയെല്ലാം വെറും കല്ലുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിശബ്ദമായിട്ട് അംഗീകരിച്ചു, കല്ലുകളാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചു. കാരണം ഒരു വഴക്കിന് സാധ്യതയില്ല. പക്ഷേ ഈ കല്ലുകൾ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ, അത് വെറും കല്ലുകളാണെങ്കിൽ അതിനൊന്നുമില്ലല്ലോ സാർ, വെറും കല്ലുകളല്ലേ, ഒരു സംഭവം ഇല്ലല്ലോ. പക്ഷേ ഈ കല്ലുകൾ ഇരിക്കുന്ന സ്ഥലത്തുകൂടെ ഈ പറഞ്ഞ ആൾക്കാർ പോവില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന് അവിടെ അവർ കല്ലുകളെന്ന് വിളിച്ചോട്ടെ, പക്ഷെ അവിടെ ഉൾക്കൊള്ളുന്ന നിഗൂഢതയെ ഇവരെല്ലാ കാലത്തും ഭയപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ അഭൗമമായിട്ടുള്ള കന്യാകുമാരി മുനമ്പ് മുതൽ അഭൗമം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അപ്രാപ്യമായിരിക്കുന്ന കൈലാസം വരെയുള്ള ഈ ദൈർഘ്യത്തെ ലോകം ഭയപ്പെടുന്നത്. ഈ ഭയപ്പാട്, ഈ വിശ്വം എന്നുവരെ നിലനിൽക്കുമോ ഞാനും അങ്ങൊന്നും കാണില്ല, നമ്മുടെ പ്രേക്ഷകരും കാണില്ല. പക്ഷേ ഈ വിശ്വം എന്നുവരെ നിലനിൽക്കുമോ അന്നുവരെ ഈ ഭയപ്പാട് തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഭാരതം ആരെയും ഭയപ്പെടുത്തുന്നില്ല, പക്ഷേ ഭാരതത്തിൻ്റെ നിഗൂഢതയെ ഓർത്ത് പലരും ആശങ്കപ്പെടുന്നു, ഭയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമ്മളിപ്പോൾ ശബരിമലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ശബരിമലയിൽ ഇപ്പോൾ ഈ ദേവപ്രശ്നം വെച്ചുകൊണ്ട് എന്താണ് പ്രശ്നങ്ങൾ? അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ കളങ്കപ്പെട്ടിരിക്കുന്നു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും. ശുദ്ധികലശം വേണ്ടി വരും. അല്ല, അവിടെയാണ് ജയശങ്കർ പറഞ്ഞിടത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. കാരണം കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അപ്പം അങ്ങയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഏത് ദിക്കിലേക്ക് ഇറങ്ങുക, 8 ദിക്കിൽ എവിടെ വേണോ അങ്ങ് ഇറങ്ങുക. പക്ഷേ അങ്ങേക്ക് പ്രധാനമായിട്ട് അങ്ങ് ഇറക്കുന്ന ഏതോ ഒരു ദിക്ക്, ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇറങ്ങിക്കൂടാത്ത സൗത്ത് വെസ്റ്റ് ആയിക്കോട്ടെ, അങ്ങ് ഇറങ്ങുന്ന ആ ദിക്കിൽ ഒരു ബ്ലോക്ക് വന്നിട്ട് അങ്ങയുടെ മകൻ ഒരു സ്കൂട്ടർ ഷെഡ് പണിഞ്ഞാൽ പിന്നെ അങ്ങയുടെ യാത്രാപഥം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമല്ലോ. അതുപോലെയുള്ള സ്കൂട്ടറും വേണം, സ്കൂട്ടർ ഷെഡും വേണം. അങ്ങയുടെ മകനും നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ അവിടെ തന്നെ അവൻ പണിഞ്ഞാൽ, ഇഷ്ടംപോലെ വേറെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അവൻ ആ ബോധമില്ലാതെ, ബോധതലം ഉണരാതെ അവൻ അവിടെ പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വീട്ടിൽ വസിക്കാൻ പറ്റില്ല. അപ്പോൾ ശബരിമലയിലെ ജയശങ്കർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമലയിലെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ പ്രശ്നമാണ്. കാരണം അതെന്തെന്ന് പറഞ്ഞാൽ, ഈ കൺസ്ട്രക്ഷൻ പലപ്പോഴും നടക്കുന്നത് ഒരുതരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള കൺസ്ട്രക്ഷനാണ് നടക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു സ്കൂളിനെ, ഇപ്പം റീസെൻ്റായിട്ട് ഞാനൊരു ഫംഗ്ഷൻ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു മതിൽക്കെട്ട് പൊക്കിക്കെട്ടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പൊക്കിക്കെട്ടുന്ന സമയത്ത് അവർ താഴെ ഉപയോഗിച്ച കല്ലല്ല മുകളിൽ ഉപയോഗിച്ചത്. കാരണം താഴെ ഉപയോഗിച്ച കല്ലിനേക്കാൾ വളരെ വലിപ്പം കൂടിയ കല്ല് മുകളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്തിനെന്ന് പറഞ്ഞാൽ, വലിപ്പം കൂടിയ കല്ല് ഉപയോഗിച്ചാൽ അവർക്ക് കോൺട്രാക്ടർക്ക് കൂടുതൽ ലാഭം കിട്ടുമെന്നാണ്.
മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ബോധം നമുക്കില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. കാരണം ഇതൊന്നും താല്പര്യപൂർവ്വമല്ല. അങ്ങയുടെ മകനെ, ഞാൻ എൻ്റെ മകളെ അങ്ങയുടെ മകൻ്റെ കൂടെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഈ കുട്ടികൾ നന്നായിട്ട് ജീവിക്കണമെന്നല്ല എൻ്റെ ബോധത്തിലുള്ളത്. അയക്കുമ്പോൾ ആ പയ്യൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അവന് മറ്റേ ഇന്ന ജംഗ്ഷനിൽ 12 മുറി കടയുണ്ട്, അതിൻ്റെ പൈസ ഉപയോഗിച്ച് എൻ്റെ മകൾക്ക് ജീവിക്കാമല്ലോ എന്നാണ്. അല്ലെ, എൻ്റെ കുട്ടി നല്ലവണ്ണം ജീവിക്കണമെന്നൊരു ബോധം ഇവർക്കില്ല. പിന്നെ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഒരു ദൈർഘ്യമേറിയ ഒരു കാലയളവിൽ 2 വർഷം 3 വർഷം 5 വർഷം എടുത്ത് റോഡ് പണി, പാലം പണി നടക്കുന്നു. എന്നിട്ട് ഈ പാലം പണിയുടെ, റോഡ് പണിയുടെ സമയത്ത് ഒരു മെമ്പർ പോലും അല്ലാതിരുന്ന ഒരു മന്ത്രിയോ MLA വന്നിട്ട് 5 വർഷത്തിന് ശേഷം അവിടെ അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിവെച്ചിട്ട് പാലം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടെ ജോലിയെടുത്ത കോൺട്രാക്ടർ, ഇവിടുത്തെ മേസന്മാർ, ഇവിടുത്തെ അസിസ്റ്റന്റുമാരെ അവരുടെ ഒരു മാനസിക വ്യാപാരത്തെക്കുറിച്ച് അങ്ങ് ആലോചിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയില്ല, അവരുടെ ബോധം ഈ ബോധത്തിലേക്ക് വരുന്നില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മാറി, ദയവ് ചെയ്ത് അങ്ങേക്ക് പറ്റില്ലല്ലോ, അങ്ങ് മാറി നിൽക്കണം, പറ്റുന്നവർ വന്നോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ, അപ്പം ഈ ശബരിമലയിൽ കേവലം ഒരു ശുദ്ധി കലശമല്ല വേണ്ടത്, വളരെ ബോധതലത്തിൽ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ വേറെ ഒരു വിദ്വേഷത്തിലും പറയുന്നതല്ല, ഈ ഭക്തരായ ആളുകളുണ്ടല്ലോ, റിയൽ ഭക്തരെ, അത് സ്വർണ്ണക്കോടാലി കൊടുക്കുന്ന ഭക്തരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹൃദയം കൊണ്ട് ഭക്തരായിട്ടുള്ളവരുണ്ട്, കണ്ടിട്ടില്ലേ? അവർ ഹൃദയമാണ്, നമുക്കത് നമ്മുടെയൊക്കെ ഭക്തി പോലെയല്ല, അത്തരത്തിലുള്ള ഭക്തരാണ് ഈ തലത്തിലേക്ക് കടന്നു വരേണ്ടത്. അവർക്ക് മറ്റേ പിന്നെ അഡ്മിനിസ്ട്രേഷൻ ബോധമില്ലാന്ന്, ഭരണ നിർവഹണ ബോധമില്ലാന്ന് വിചാരിക്കണം. അവർക്ക് ബോധമുണ്ട്, അവർക്ക് ബോധം കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഞാനും അങ്ങേയും മാറിക്കൊടുത്താലല്ലേ ഇവിടെ വേറെ ആൾക്കാർ വന്നിരിക്കുള്ളൂ. നമ്മൾ മാറാതിരുന്നാൽ അതുപോലെ അവർക്ക് ആ ബോധമാണ്. അപ്പോൾ ബോധമുള്ള ആൾക്കാർ കടന്നു വരികയും കേവലം ഒരു ശുദ്ധി കലശം എന്നതിനുപരി ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ നിഗമനമാണ്. ആ ശാസ്ത്രീയ നിഗമനത്തിന് അധിഷ്ഠിതമായി ആ ശാസ്ത്രത്തിൽ ബോധമില്ലാത്തവർ, ആ ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്തവർ അതിനകത്ത് പോയി അഭിപ്രായം പറയരുത്. അങ്ങ് യുക്തിവാദിയാണെങ്കിൽ ഈശ്വര വിഷയത്തിൽ അഭിപ്രായം പറയരുത്. അങ്ങ് ഈശ്വര വിശ്വാസിയാണെങ്കിൽ നിരീശ്വരവാദത്തിൽ അഭിപ്രായം പറയരുത്. എന്താണെന്നറിയാമോ? അങ്ങക്ക് ഈശ്വരവാദം അറിയില്ലല്ലോ. അങ്ങ് ഈശ്വരവാദിയാണെങ്കിൽ നിരീശ്വരവാദിയെ ചീത്ത പറയാൻ പോകരുത്. കാരണം അങ്ങക്ക് നിരീശ്വരവാദം അറിയില്ലല്ലോ. കാരണം നിരീശ്വരവാദം വേറൊരു ബോധമാണ്. ഈശ്വരൻ ഇല്ലെന്ന് പറയുന്നത് വേറൊരു റിയൽ ബോധമാണ്. അത് നമ്മൾ തർക്കിക്കേണ്ടത് ആര് തമ്മിലാണെന്നറിയാമോ? ഈശ്വരവാദിയും തമ്മിലാണ്. നിരീശ്വരവാദിയും തമ്മിലാണ് തർക്കിക്കുന്നത്. ഇനി അങ്ങേക്ക് നിരീശ്വരവാദിയോട് ഈശ്വരവാദിയായി അങ്ങേക്ക് തർക്കിക്കണമെങ്കിൽ അങ്ങ് ആദ്യം നിരീശ്വരവാദം പഠിക്കണം. പഠിച്ചിട്ടാണ് തർക്കിക്കേണ്ടത്. ബൈബിളിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ബൈബിളിനെ ചീത്ത പറഞ്ഞാൽ ബൈബിൾ പഠിക്കണ്ടേ? ഭഗവത്ഗീത ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവത്ഗീത പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിൽ അടിയന്തരമായിട്ട് വേണ്ടത് ശുദ്ധികലശമല്ല വേണ്ടത്, ശബരിമല അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പൊളിച്ചെഴുത്താണ് വേണ്ടത്. റിയൽ ഭക്തർ, ശബരിമല അല്ല, എവിടെ, ഏത് ക്ഷേത്രമാണെങ്കിൽ, ദേവസ്വം ബോർഡെന്നല്ല, ഏത് ക്ഷേത്രം, അങ്ങയുടെ കുടുംബ ക്ഷേത്രമാണ്. നിങ്ങളൊരു 50 പേരുള്ള ഒരു കുടുംബമാണ്, അങ്ങയുടെ കുടുംബത്തിൽ അവിടെ നേതൃത്വം നിൽക്കുന്നില്ലേ, അങ്ങ് നിൽക്കുന്നില്ലേ, അങ്ങേക്ക് ബോധമില്ലെങ്കിൽ അങ്ങ് മാറി നിൽക്കുക. ഈ കാശൊക്കെ എണ്ണുന്ന ഒരു ക്യാഷ്യറായിട്ട് മാറി നിൽക്കുക. ബോധമുള്ള അങ്ങയുടെ അമ്മാവനോ അങ്ങയുടെ ജ്യേഷ്ഠനോ അനുജനോ അവരാരെങ്കിലും, അല്ലെങ്കിൽ ശേഷകാരന്മാരോ ആരെങ്കിലും കടന്നു വന്നിട്ട് ആ ക്ഷേത്ര സംസ്കൃതിയെ ഏറ്റവും ഉയർത്തിക്കൊണ്ടുപോകാൻ, ഈ ക്ഷേത്ര സംസ്കൃതി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര ബോധത്തോടു കൂടി വരുന്ന ഒരാളിന് മാത്രമേ ഇത് കൂടെ. അതുകൊണ്ട് ശബരിമലയിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോധം, ക്ഷേത്ര ബോധമുള്ള ആളുകൾ അവിടേക്ക് കടന്നു വരാം. അതിനി മന്ത്രി ആയാലും ശരി, തന്ത്രിയായാലും ശരി, അവിടെ കടന്നു വരേണ്ടത് ക്ഷേത്രബോധമുള്ളവരാണ്. അത് ജയശങ്കർ സാർ നേരത്തെ അങ്ങയോട് സൂചിപ്പിച്ചതുപോലെ ടെമ്പിൾ സയൻസ് പഠിച്ചിട്ടുള്ളവർ മാത്രമേ വരാവൂ. തീർച്ചയായിട്ടും മനസ്സിലാവുന്നില്ല. എന്നെ അങ്ങ് ഭഗവത്ഗീത ക്ലാസ് എടുക്കാൻ വിളിക്കുകയാണെങ്കിൽ അങ്ങ് ആദ്യം അന്വേഷിക്കണം, ഞാൻ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ. പഠിക്കാതെ ഭഗവത്ഗീത ക്ലാസ് എടുക്കാൻ വിളിക്കരുത് തന്നെ. ഞാൻ രാമായണം പഠിച്ചിട്ടുണ്ടോ, ഞാൻ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മറ്റേതെങ്കിലും ശാസ്ത്രശാഖ, ആ ശാസ്ത്രശാഖ ഞാൻ പഠിച്ചിട്ടുണ്ടോ. ഇപ്പം ഞാനൊരു ടോക്ക് ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായി. അതിൽ മരിച്ചുപോയവർ തിരിച്ചു വരുമോ എന്നാണ് സംഭവം. അപ്പോൾ അതിൽ 2 പേര് പങ്കെടുക്കുന്നത് യുക്തിവാദി സംഘത്തിൻ്റെ 2 ആൾക്കാരാണ്, ഒരു നല്ല ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരോട് ഇതിൻ്റെ നടത്തിപ്പുകാർ പറയുന്നത്, നിങ്ങൾ എതിർക്കുക, ഇവരനുകൂലിക്കും. ഈ ബോധം മാറി നിൽക്കണം. നമ്മൾ യുക്തിവാദി സംഘത്തോട് തർക്കിക്കണമെങ്കിൽ നമ്മൾ യുക്തിബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളുടെ ഒരു വീക്ഷണം നടക്കണം. അപ്പോൾ കുറച്ചുകൂടെ പഠനാർഹമായിട്ടുള്ള രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ദൈനംദിനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ശബരിമല പോലുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു വരണം. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ വിശ്വാസികളുടെ ഒരു ഗേഹമായി മാറണം ക്ഷേത്രങ്ങൾ. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ എന്താണ് വേണ്ടത് എന്ന്.
ഒരു പൊളിച്ചെഴുത്താണ് വേണ്ടത്, അടിമുടി പൊളിച്ചെഴുത്ത്. അതിന് തന്ത്രിയായാലും മന്ത്രിയായാലും തെറ്റ് ചെയ്തവൻ മാറി നിൽക്കുക തന്നെ വേണം. അവിടെ യഥാർത്ഥ അറിവുള്ളവനാണ് വരേണ്ടത്. അത് തന്ത്രിയായാലും പുരോഹിതനായാലും അതുപോലെ തന്നെ ഭക്തനും ഒരു തിരിച്ചറിവിൻ്റെ തലത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ അന്ധമായ വിശ്വാസമല്ല വേണ്ടത്, ഉള്ളറിഞ്ഞ വിശ്വാസമാണ് വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ശബരിമലയിൽ തീർച്ചയായിട്ടും മാറേണ്ടത് ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ A to Z അല്ലെങ്കിൽ 1 മുതൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും കളങ്കങ്ങൾ നടന്നിരിക്കുന്നു, കളവുകൾ നടന്നിരിക്കുന്നു, ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും ക്രമക്കേടിൻ്റെ കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാം ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് ശ്രമകരമാണ്, ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനെ കൊത്തിപ്പറിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാരാണ് ചുറ്റും. ഇവന്മാരെയൊക്കെ തുരത്തി ഓടിക്കുവാൻ ചങ്കൂറ്റം വേണം, ആത്മാർത്ഥത വേണം, അതിനുള്ള ഇച്ഛാശക്തി വേണം. ഉണ്ടോ ഭരണാധികാരികൾക്ക്? അത് നിങ്ങൾ തെളിയിക്കൂ. വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.